ഇത് നോക്ക് നല്ല കറുത്ത കറുകറാന്ന് നിൽക്കുന്ന ചിക്കൻ റോസ്റ്റ് റെസിപ്പി ആണോ എന്നാ ബാ. അപ്പോൾ നമ്മൾ ഈ ചിക്കനിലോട്ടേ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് തിരുമ്മി വയ്ക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എണ്ണക്കകത്തിട്ട് നല്ലപോലെ ഷാലോ ഫ്രൈ ചെയ്യുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്യുക. എന്നിട്ട് അത് മാറ്റുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് സവാളയും ബാക്കി വേണ്ട എണ്ണയിലോട്ട് നമ്മൾ സവാള ഇട്ട് വറുത്തെടുക്കുക. ഇതിനകത്തോട്ട് സവാള നമ്മൾ വഴറ്റി ചേർക്കാനുള്ള സവാള വറുത്താ ചേർക്കണത്. കൈകൊണ്ട് പൊടിയുന്ന ടൈപ്പ് രീതിയിൽ നമ്മൾ സവാള വറുത്ത് ചേർക്കണം. അപ്പോൾ ഞാൻ ആ എണ്ണക്കകത്തോട്ട് ഇച്ചിരി നെയ്യും കൂടി വെച്ചു. നെയ്യും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ ചേർത്താൽ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ആ സവാള വഴറ്റി മാറ്റിയിട്ട് നമ്മൾ ഞാനൊരു കുറച്ച് സാധനങ്ങൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 കൂടി ഞാൻ ചതച്ച് ആ ബാക്കി വന്ന ഓയിലോട്ട് ഇടും. ഇച്ചിരി വേപ്പിലയും കൂടി ഇടും. എന്നിട്ട് അതിങ്ങനെ നല്ലതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല നമുക്ക് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു തക്കാളിയുടെ പകുതി അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ കളഞ്ഞിട്ട് ചേർക്കണം. എനിക്ക് തക്കാളി ചുവ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്തോ. എന്നിട്ട് അതും കൂടി ഇട്ട് തക്കാളി നല്ലതുപോലെ മൂക്കണം. തക്കാളി ഇങ്ങനെ ഉടഞ്ഞ് നല്ല വെന്ത് ഇതാകൂലേ, ആ സമയത്ത് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കണം. പൊടി മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർത്താൽ മതി. നമ്മൾ ആ ചിക്കനിൽ ചേർത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അത് ഇതുപോലെ ആയിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് മസാല ഒന്ന് മൂക്കാൻ വേണ്ടി. മൂക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു തന്നെ. ആ എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഇച്ചിരി കൂടി ഗ്രേവിക്ക് പരുവത്തിനുള്ള ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം ഒന്ന് തെളിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ വറുത്ത് വെച്ച സവാളയില്ല അതങ്ങനെ കൈകൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ് അതിനകത്തോട്ട് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടിക്കഴിഞ്ഞ് ആ കുറച്ച് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഗ്രേവി ഇങ്ങനെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വരും. മുകളിൽ ഇങ്ങനെ എണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞ് വരും. നല്ല മണവും വരും. എനിക്ക് വായിൽ വെള്ളം വന്നിട്ടാ. എന്നിട്ട് ഇതേ കണ്ട ഇതുപോലെ ഇളക്കി കൂടി ചേർത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വേണ്ട. അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കനും കൂടി ചേർക്കാണ്ട് എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് ഇങ്ങനെ കൂട്ടി അങ്ങനെ എടുക്കുക. എന്നിട്ട് ആ ചിക്കൻ നമ്മൾ പകുതിയല്ലേ വേവിച്ചിട്ടുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റ് വെക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കണോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം പോരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ അടിപൊളി. നിങ്ങൾക്ക് ഇച്ചിരി കുരുമുളക് പൊടി ആണെങ്കിൽ ചേർത്തോ. അടിപൊളി ചിക്കൻ റോസ്റ്റാണ്.